ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ എക്സൈസ് 1.5 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചോദ്യം. ലെറ്റ് U 1 2 3 4 5 6 7 8 9 A 1 2 3 4 B 2 4 6 8 C 3 4 5 6. Find A complement, B complement, A union C the whole complement, A union B complement, A complement the whole complement, B minus C complement. ആദ്യം എന്താണ് കോംപ്ലിമെന്റ്? ലെറ്റ് U be the universal set and A is a subset of U. Then the complement of A is the set of all element of U which are not the element of A. Symbolically, we write A complement to denote to complement of A with respect to U. Thus, A complement X such that X belongs to U and X does not belongs to A. Obviously, A complement equal to U minus A. Simply, ഈ ഒരു സാധനം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്താണ് കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് എ ആണ്. എന്താണ് യു? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്. എല്ലാ എലമെന്റുകളും വരുന്ന ഒരു പ്രോബ്ലത്തിലുള്ള എല്ലാ എലമെന്റുകളും വരുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒരു സെറ്റ് അതിൻ്റെ സബ്സെറ്റായ എ എന്ന് നമ്മൾ എടുത്തു. എ സബ്സെറ്റ് ഓഫ് യു. എ എന്ന് പറയുന്നത് യുവിൻ്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുയിൽ നിന്നും എനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് ഇനി പറയാൻ പോകണ്ടോ. ഫസ്റ്റ് എ കോംപ്ലിമെന്റ് ആണ്. എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? യുയിൽ നിന്നും എനെ ഒഴിവാക്കണം. യു മൈനസ് എ. എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അപ്പോൾ 1 പോയി, 2 പോയി, 3 പോയി, 4 പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 5 6 7 8 9. ഇതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബി കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ യുയിൽ നിന്നും ബി പോണം. ഏതൊക്കെയാ? 2 പോണം, 4 പോണം, 6 പോണം, 8 പോണം. ബാക്കി ആരൊക്കെ ഉണ്ട്? 1 3 5 7 9. കേട്ടോ, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് ബി. യുവിൽ നിന്നും ബി പോവണം. അപ്പൊ യു എന്ന് ബിനെ കളഞ്ഞാൽ 1 3 5 7 9. അടുത്തത് എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. എ യൂണിയൻ സി ദ ഹോൾ. അപ്പൊ ആദ്യം എ യൂണിയൻ സി കാണുക. എയും യൂണിയൻ സിയും കണ്ടെടുത്ത് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്നും എ യൂണിയൻ സി പോകണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് സി ആണല്ലോ. അപ്പൊ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ യുവിൽ നിന്നും എ യൂണിയൻ സി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എ യൂണിയൻ സി, എയും സിയും തമ്മിലുള്ള യൂണിയൻ. ഓക്കെ, അപ്പോൾ എയിലും സിയിലുള്ള എല്ലാ എലമെന്റുകളും റിപ്പീറ്റഡ് വേണ്ട. അപ്പോൾ 1 2 3 4, 3ഉം 4 എഴുതി. പിന്നെ ആരാ? 5ഉം 6ഉം. ഓക്കെ, ഇനി ഞാൻ ആ ആൻസർ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. യുവിൽ നിന്നും ഇനി എ യൂണിയൻ സി പോകണം. അപ്പോൾ ആരൊക്കെ പോകണം? 1 പോയി, 2 പോയി, 3 പോയി, 4 പോയി, 5 പോയി, 6 പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 7 8 9. കേട്ടോ, 7 8 9. ഇനി എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്നും എ യൂണിയൻ ബി പോകണം. അപ്പൊ ആദ്യം എ യൂണിയൻ ബി കാണണം. എയും ബിയും തമ്മിലുള്ള യൂണിയൻ 1 2 3 4 പിന്നെ 6 8. 1 2 3 4 6 8. ഇനി ആൻസർ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. 1 പോയി, 2 പോയി, 3 പോയി, 4 പോയി, 6 പോയി, 8 പോയി. ബാക്കി 5 7 9. ഓക്കെ, ദെൻ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. ഇത് നമ്മളൊരു ഐഡന്റിറ്റി ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് എ. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ ഇത് എ കോംപ്ലിമെന്റ്. അതിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാലോ യു മൈനസ് പിന്നെ എ കോംപ്ലിമെന്റ് എന്താ? യു മൈനസ് എ. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യു മൈനസ് യു പ്ലസ് എ എന്ന് വരും. അപ്പൊ യുന്ന് യു പോയി, പിന്നെ ആരുള്ളത്? എ. കണ്ടോ? അപ്പൊ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്താണ്? എ തന്നെയാണ്. ഓക്കെ, അപ്പൊ എ എന്താണ്? 1 2 3 4. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസർ. Then
1 2 3 4 എ തന്നെയാണ് അതിൻ്റെ ആൻസർ വരിക. ദെൻ ലാസ്റ്റ് വൺ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്താ യു മൈനസ് ബി മൈനസ് സി വരും. അപ്പൊ ആദ്യം ബി നിന്ന് സി പോണം, ബി മൈനസ് സി. എന്താ ബി മൈനസ് സി? ബി നിന്ന് സി പോണം. സി ആരൊക്കെയാ? ബി നിന്ന് സി പോണം. സി ബി മൈനസ് സി, ബി നിന്ന് സീനെ കുറക്കുക. ഏതാ? 3 ഇല്ല, 4 പോണം, പിന്നെ 6ഉം പോണം. ബാക്കി ആരുണ്ട്? 2ഉം 8ഉം. അപ്പോൾ ബി നിന്ന് സി മൈനസ് ചെയ്താൽ ബി മൈനസ് സി എന്ന് പറയുന്നത് 2 8 ആണ്. അപ്പോൾ യു മൈനസ് ബി മൈനസ് സി എന്തായിരിക്കും? 2ഉം 8ഉം മാത്രം പോവും. ബാക്കി 1 3 4 5 6 7 9 ഈ നമ്പറുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. 1 3 4 5 6 7 9.